തൃപ്പൂണിത്തുറയിൽ പടക്കപ്പുരയിൽ വൻ സ്ഫോടനം. അപകടത്തിൽ ഒരാൾ മരിച്ചു. തിരുവനന്തപുരം ഉള്ളൂർ സ്വദേശി വിഷ്ണുവാണ് മരിച്ചത്. തെക്കും ഭാഗത്താണ് സ്ഫോടനം നടന്നത്. അപകടത്തിൽ 16 പേർക്ക് പരിക്കേറ്റു. പടക്കപ്പുരയ്ക്ക് അനുമതി നൽകിയിരുന്നില്ലെന്ന് പോലീസ് വ്യക്തമാക്കി. രാവിലെ 10:40ഓടെയാണ് അപകടമുണ്ടായത്. പുതിയകാവ് ക്ഷേത്രത്തിൽ വെടിക്കെട്ടിനായി കൊണ്ടുവന്ന പടക്കം വാഹനത്തിൽ നിന്നും കെട്ടിടത്തിലേക്ക് മാറ്റുമ്പോഴായിരുന്നു പൊട്ടിത്തെറി. സ്ഫോടനത്തിൽ പടക്കമെത്തിച്ച വാഹനം പൂർണ്ണമായും കത്തി നശിച്ചു. പടക്കം ഇറക്കുന്ന ജോലി ചെയ്തിരുന്ന തൊഴിലാളികൾക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. ഉള്ളൂർ സ്വദേശി വിഷ്ണുവിന് അപകടത്തിൽ ജീവൻ നഷ്ടമായി. ഫയർഫോഴ്സ് എത്തി തീയണച്ചാണ് പരിക്കേറ്റവരെ പുറത്തെത്തിച്ചത്. തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിലായിരുന്നു വിഷ്ണു കിടന്നിരുന്നത്. തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. ആശുപത്രിയിൽ ആദ്യം 4 പേരാണ് കൊണ്ടുപോയത്, പിന്നീട് 6 പേരായി. ഇപ്പോൾ ചെറിയ ചെറിയ പരിക്കുകളോടെ വീണ്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലൊരാൾ മരിച്ചു. തിരുവനന്തപുരത്തുള്ള ഒരാൾ മരിക്കേണ്ടായിരുന്നു. സ്ഫോടനത്തിന്റെ പ്രകമ്പനത്തിൽ സമീപത്തെ വീടുകളും തകർന്നു. വീടുകളിലുണ്ടായിരുന്നവരാണ് പരിക്കേറ്റവരിൽ ഏറിയ പങ്കും. 16 പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുള്ളതായി ജില്ലാ കളക്ടർ അറിയിച്ചു. ഒരാൾ മരിച്ചിട്ടുണ്ട്. നമ്മൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് 4 പേരെ റെഫർ ചെയ്തിട്ടുണ്ട്. താലൂക്ക് ഹോസ്പിറ്റലിൽ 3 പേര് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. മൊത്തം 18 പേർക്കാണ് പരിക്ക് പറ്റിയിട്ടുള്ളത്. പിന്നെ ഇവിടെ വീടുകൾക്ക് നിങ്ങൾ കാണുന്നത് പോലെ വീടുകൾക്ക് ഡാമേജ് ആയിട്ടുണ്ട്, ചുറ്റുമുള്ള വീടുകൾക്ക്. സോ വീടുകളിലുള്ളവർ താൽക്കാലികമായിട്ട് മാറ്റി പാർപ്പിക്കാനുള്ളതും അതേപോലെ പെർമനന്റ് ആയിട്ട് അവർക്ക് പൈസ കൊടുക്കണം. നടപടി ഉടനെ തന്നെ സ്വീകരിക്കും. വീട് തകർന്നവരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം അപകട കാരണം എന്തെന്ന് വ്യക്തമായിട്ടില്ല. പോലീസും ഫോറൻസിക് വിദഗ്ധരും സംഭവ സ്ഥലത്ത് പരിശോധന നടത്തി. കെട്ടിടത്തിൽ പടക്കം സൂക്ഷിക്കാൻ അനുമതി നൽകിയിരുന്നില്ലെന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കി. ജനം, കൊച്ചി.